എംഎൽഎമാരെ ബി.ജെ.പി ചാക്കിടുന്നുവെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ പരാതിയിൽ അന്വേഷണം. ജയിക്കാൻ സാധ്യതയുള്ള 18 ആം ആദ്മി സ്ഥാനാർത്ഥികൾക്ക് ബി.ജെ.പി 15 കോടി രൂപ വാഗ്ദാനം ചെയ്തെന്നാണ് ആരോപണം. ആന്റി കറപ്ഷൻ ബ്യൂറോ സംഘം കെജ്രിവാളിന്റെ വസതിയിലെത്തി. രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണവുമായി കെജ്രിവാളും രംഗത്തെത്തി. വോട്ടർ പട്ടിക സംബന്ധിച്ച് വിശദാംശങ്ങൾ ആരാഞ്ഞുവെങ്കിലും ലഭിച്ചില്ലെന്ന് കെജ്രിവാൾ ആരോപിച്ചു. ബി ബാലഗോപാൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, ഈ ആം ആദ്മി പാർട്ടി എംഎൽഎമാർ ബി.ജെ.പിയിലോട്ട് മാറിയതൊക്കെ അവർ സ്ഥാനാർത്ഥിത്വം നൽകിയില്ല എന്നൊക്കെ പറഞ്ഞാണ് മിക്കവരും മാറിയത്. പക്ഷേ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഉന്നയിക്കുന്ന ഒരു ആരോപണം 15 കോടിയോളം രൂപ വാഗ്ദാനം ചെയ്താണ് എംഎൽഎമാരെ ബി.ജെ.പി ചാക്കിട്ട് പിടിച്ചത് എന്നതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ഈ ആരോപണവുമായി വരികയാണ്. കൂടുതൽ വിശദാംശങ്ങൾ. നാളെ ഡൽഹിയിലെ വോട്ടെടുപ്പ് നടത്താനിരിക്കെയാണ് തിരക്കിട്ട ഈ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഡൽഹിയിൽ ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെ കോൺഗ്രസിന്റെ നേതാവും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതരമായ ആരോപണവുമായി എത്തിയിരുന്നു. അതായത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ഇടയിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇടയിൽ അതിന് പിന്നെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇടയിൽ ഏതാണ്ട് 40 ലക്ഷത്തോളം പേര് പുതുതായി വോട്ടർ പട്ടികയിൽ ചേർത്തിരുന്നുവെന്നും ഇതിന്റെ വിശദാംശങ്ങൾ കൈമാറാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല എന്നുമായിരുന്നു രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഡൽഹിയിലും സമാനമായ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിവരങ്ങൾ ആരാഞ്ഞുവെങ്കിലും കൈമാറുന്നില്ല എന്ന ആരോപണവുമായി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് അരവിന്ദ് കെജ്രിവാൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ ബി.ജെ.പി ഈ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളെയും എംഎൽഎമാരെയും ഒക്കെ പണം കൊടുത്ത് അവർക്കൊപ്പം ആക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതായി അരവിന്ദ് കെജ്രിവാൾ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഈ തെളിവുകൾ പുറത്തുവിടാൻ കെജ്രിവാൾ തയ്യാറാകണമെന്ന് ബി.ജെ.പി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഈ ആം ആദ്മി പാർട്ടിയുടെ ആരോപണം, അതായത് ഈ ബി.ജെ.പിക്കാർ പണം നൽകുന്നു എന്ന ആരോപണത്തെ സംബന്ധിച്ച് അന്വേഷിക്കുവാൻ ലഫ്റ്റനന്റ് ഗവർണർ ഉത്തരവിടുകയും ചെയ്തത്. എന്നാൽ ഈ അന്വേഷണ സംഘം മൊഴിയെടുക്കുവാൻ വേണ്ടി കെജ്രിവാളിന്റെ വസതിയിലെത്തിയെങ്കിലും മൊഴി നൽകുവാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല.